റബ്ബേ മഹാമാരികളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മഹല്ലത്തിനെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങളെ പ്രവാസികളുടെ റബ്ബേ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മാരകമായ രോഗങ്ങൾ ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ മരണം നമുക്കറിയില്ല. ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മതി. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ കഴിവിന്റെ പരമാവധി അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്തുകൾ മുറുകെ പിടിച്ച് നിസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണേ. ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന വാക്ക് കേൾക്കുമ്പോ ഉറക്കത്തേക്കാൾ ഖൈറ്, ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് കേൾക്കുമ്പോ മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് സുബഹിക്ക് പള്ളിയിൽ വരണേ. വകം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി വകം മിൻ ഫതൻ യുംസി വയസ്ബിഹു ആമിനാ വഖദ് നുസിജത് അക്ഫാലുഹു വഹുവ ലാ യദ്രി വകം മിൻ ഫതൻ യുംസി വയസ്ബിഹു ആമിനാ وقد نوسجت أكفاله وهو لا يدري. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഇരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കുന്ന ഇതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ 2019 ലാസ്റ്റ് നമുക്കറിയാം, 2020 കൊറോണ വന്ന സന്ദർഭത്തിൽ നമ്മൾ മാസങ്ങളോളം പള്ളിയിൽ ജുമാഇല്ലാതെ ജമാഅത്തില്ലാതെ വീടുകളിൽ ഇരുന്ന സന്ദർഭത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് പല ആളുകളും. സത്യത്തിൽ ആ ഒരു 5-8 മാസം വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് അതിലൂടെ നമ്മുടെ മക്കൾ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണമായിരുന്നു സത്യം. ഒന്ന്, മദ്രസയിലെയും സ്കൂളിലേക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് മൊബൈൽ യഥേഷ്ടം ഉപയോഗിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തു. പുതിയ ഫോണുകൾ മേടിച്ചു കൊടുത്തു. പേരെന്താണ്, പഠിക്കാനാണ്. പക്ഷെ അതിലൂടെ ഒരുപാട് കുട്ടികൾ വളരെ മോശമായ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, മുഅ്മിനീങ്ങളെ, ഈ നിപ്പ വൈറസ് ഇപ്പോ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോ ചെങ്ങന്നൂരിലൊക്കെ മരണപ്പെട്ടല്ലോ. ഇങ്ങനെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മാസ്ക് വെക്കാൻ നിർദ്ദേശിച്ചത്. നമ്മുടെ ആരോഗ്യം ഇത്തരത്തിലുള്ള വൈറസുകൾ വരുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നോളി, കുടിച്ചോളി. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ തിന്നണം, കുടിക്കണം. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ 2 അനുഗ്രഹങ്ങൾ, അതിലൊന്ന് അസ്സിഹ്ഹത്തു എന്നാണ്, ആരോഗ്യമാണ്. ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ആരോഗ്യത്തെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ആരോഗ്യത്തെ സംരക്ഷിക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, പക്ഷേ വലാ തുസ്രിഫൂ, അമിതമാവരുത്. ഇന്ന് ഏത് ഡോക്ടർ നമ്മൾ പോയി ചോദിച്ചാലും ഡോക്ടർമാർ പറയാറുണ്ട്, ഭക്ഷണം അമിതമായി കഴിക്കരുത്. മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം അമിതമായി കഴിക്കരുത്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത വചനമാണ്. വളരെ ചുരുങ്ങിയ വാക്ക്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫൂ, വെള്ളം അമിതമായി കുടിച്ചാൽ അപകടമാണ്.
ഭക്ഷണം അമിതമായി കഴിച്ചാൽ വയറ് നിറഞ്ഞ് പിന്നെ കഴിക്കുക അമിതമാണ്. വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വസിക്കാൻ വേണ്ടി, സുഖമായി ശ്വാസം എടുക്കാൻ വേണ്ടി ഒഴിച്ചിടണമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഈദതു ബൈത്തുദ്ദാർ വൽ ഹിമിയതു റഅസു കുല്ലി ദവാ. അൽ മഈദതു സ്റ്റൊമക്ക്, ആമാശയം എന്നത് ബൈത്തുദ്ദാർ, അത് രോഗത്തിന്റെ വീടാണ്, രോഗത്തിന്റെ കലവറയാണ് അവിടെ. ഏത് രോഗം വരുന്നതും ആമാശയത്തിൽ നിന്നാണ്. അല്ലാഹു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്, രോഗമുണ്ടാകുന്നത് ആമാശയത്തിൽ നിന്നാണ്. ആമാശയം എന്നത് ബൈത്തുദ്ദാർ, രോഗത്തിന്റെ വീടാണ്. എന്നിട്ട് വൽ ഹിമിയത്തു റൗസു കുല്ലി ദവാ, അതിനുള്ള മരുന്ന് പഠിപ്പിക്കുന്നത് വൽ ഹിമിയത്തു എന്നാണ്. ഹിമിയത്ത് എന്ന പഥ്യം. ഡോക്ടർമാർ പറയും നമ്മളോട് ഇന്ന ഭക്ഷണം കഴിക്കരുത്, പഥ്യമാണ്. ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്നത് കഴിക്കണം എന്ന് പറഞ്ഞ് പഥ്യം വെക്കാറുണ്ട്. നമ്മൾ ആമാശയത്തിൽ പറ്റുന്ന ഭക്ഷണമേ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ, അതാണ് ഹിമിയത്ത്. ഈ പഥ്യം എന്നത് എല്ലാ ശിഫായിന്റെയും ഹെഡ്, അത് പഥ്യമാണ്, ഹിമിയത്താണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചു കളിക്കുകയാണ്. ഈ സമയത്ത് ഒരു പനി വന്ന് നമ്മൾ ആശുപത്രിയിൽ പോയി നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒതുങ്ങിക്കൂടി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്ര മനുഷ്യന്മാരാണ് കൊറോണയിൽ മരണപ്പെട്ടു പോയി. ഇപ്പൊ നിപ്പ വന്നു, നമ്മൾ ചിരിച്ചു കളിച്ച് ഞാനും നിങ്ങളൊക്കെ സമ്പത്ത് ഉണ്ടാകുമ്പോ, ഐശ്വര്യം ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോ നമുക്കൊരു അഹങ്കാരം വരും, ഒരു കിബറ് വരും മനുഷ്യർക്ക്. ഞാൻ ആരാന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ വരും. മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ നിലക്കൊന്ന് പരീക്ഷിച്ചാൽ മതി. എത്ര സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പെട്ടെന്ന് മരണപ്പെട്ടു പോയവർ, രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്തവർ, രാത്രി കിടന്നുറങ്ങി ഗൾഫിൽ 10 കൊല്ലവും 5 കൊല്ലവും കഷ്ടപ്പെട്ട് നല്ല സുന്ദരമായ ഒരു വീട് നിർമ്മിച്ച് ആ വീട്ടിലേക്ക് വരാൻ അവിടെ ഇതിന്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന സന്ദർഭത്തില് അതിൽ പങ്കെടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര സംഭവങ്ങളുണ്ട്. ഒന്നിലേക്ക് അറ്റാക്ക് വന്ന്, അല്ലെങ്കിൽ ആക്സിഡന്റ് വന്ന്, ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട്, ഗൾഫിൽ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ എയർപോർട്ടിൽ കുഴഞ്ഞു വീണുകൊണ്ട്, അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്, ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സന്തോഷകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ പോലും നമ്മൾ മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ രക്തം ഒന്ന് പരിശോധിച്ച് ഒരു പോസിറ്റീവ് എന്ന് കേട്ടാൽ പിന്നെ നമ്മുടെ ഒരു മൂലൊക്കെ കൂടി നമ്മളെ തൊടാൻ പാടില്ല, അടുത്ത് വരാൻ പാടില്ല. മരിക്കണി മരിച്ചോട്ടെ, അത് മറ്റൊരു പകരാൻ പാടില്ല. ഇതാണ് കൊറോണ. നിപ്പയും അതിനേക്കാൾ വലിയ ഭീകരമായ അവസ്ഥയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരു ഉറപ്പില്ല മുഅ്മിനീങ്ങളെ, ഒരുറപ്പില്ല. ഞാൻ ബൈത്താജി പാടി വകമ്മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ ആശ ദഹറൻ ഇലാ ദഹരി വകമ്മിൻ സഹീഹിം, ആരോഗ്യ ദൃഢഗാത്രരായ എത്ര മനുഷ്യന്മാരാണ്, എത്ര യുവാക്കളാണ്. മാത, അവൻ മരിച്ചു പോകുന്നു. മിൻ ഗൈരി ഇല്ലതി, വിതൗട്ട് എനി റീസൺ, ഒരു റീസണും ഇല്ലാതെ, ഒരു കാരണവുമില്ലാതെ അവൻ മരണപ്പെട്ടു പോകുന്നു. മിൻ ഗൈരി ഇല്ലതി, ഒരു കാരണവുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്നാൽ വകമ്മിൻ മരീദിൻ ആശ ദഹറൻ ഇലാ ദഹരി, രോഗാവസ്ഥയിൽ കിടക്കുന്ന എത്രയോ ആളുകളാണ്. ഒന്ന് മരണപ്പെട്ട് കിട്ടിയാൽ എന്ന് ബന്ധുക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. 10, 75, 80 വയസ്സായി സുഖമില്ലാതെ 1 കൊല്ലമായി, 2 കൊല്ലമായി, 10 കൊല്ലമായി കട്ടിൽ നിന്ന് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും
ഒന്ന് മരണപ്പെട്ട് കിട്ടിയാൽ എന്ന് ബന്ധുക്കൾ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ കാലാകാലങ്ങളായി എത്ര രോഗികളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിക്കാൻ ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാർ പെട്ടെന്ന് മരിച്ചു പോവുക, ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ അല്ലാഹുവിന്റെ ഖദാഇയാൽ മാത്രമേ നാം ഈ ലോകത്തോട് വിട പറയുകയുള്ളൂ. എത്ര യുവാക്കളാണ് കവി പഠിപ്പിക്കുകയാണ്. എത്ര യുവാക്കളാണ് അവൻ വൈകുന്നേരമായിട്ട് വിരിപ്പിൽ പോയി കിടക്കുന്നു. നിർഭയനായിട്ട് രാവിലെ പുറപ്പിൽ നിന്നും വിരിപ്പിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആ എണീക്കലുണ്ടാവില്ല, ഒരു ദിവസം കടക്കാൻ കഴിയില്ല, ഒരു ദിവസം കടന്നു കഴിഞ്ഞാൽ സുബഹിക്ക് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുകയില്ല. എന്താ കാരണം? അവൻ മരണപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും കടക്കുന്നു, ഉണരുന്നു, എഴുന്നേൽക്കുന്നു. പക്ഷേ നമ്മളെ നാടാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള വാഴപ്പുറത്തോ അല്ലെങ്കിൽ എന്റെ കാലാകുർശിയിലോ എവിടെയെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ അവനുള്ള കഫംതുണി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, തുന്നി വെച്ചിട്ടുണ്ട്, അടുക്കടുക്കായി വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചിട്ടുണ്ട്. അവനതറിയുന്നില്ല. എന്തോ ഒരു അർത്ഥവത്തായ ബൈത്താണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹങ്കാരം എന്നത് മനുഷ്യനുണ്ടാവരുത്. ഇത്തരത്തിലുള്ള രോഗം ആർക്കും വരാം. അല്ലാഹുവിനോട് കൈവർത്തി പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നിങ്ങൾ നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. അകക്കണ്ടൂറന്നാകെ നോക്കൊന്ന് മോട ഉത്സാരം മൂർത്താൽ ഉറങ്ങാമോ കേട മുഖക്കണ്ണാടക്കുൾ തുറക്കട്ടെ മാട മൂടിയിട്ട് പൊഞ്ചിപ്പിൽ മുത്തുണ്ട് കാണാ നട്ടെ പുൽനെല്ലി വിളയുമോ പൊട്ട ആയം വിട്ടാശി ചുറ്റുമോ പൊട്ട പൊട്ടാനീ മുന്തുള്ളി പിഞ്ചോര കട്ട പിന്നിന്ന് കാട്ടം ചുമന്നോര് പൊട്ട. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല കാര്യം. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം തികഞ്ഞവരാണ്. എന്തിനാണ് മോനെ അഹങ്കരിക്കുന്നത്? നിന്റെ വയറ്റിൽ എന്താണ്? കഷ്ടമാണ്. മുന്തുള്ളി പിഞ്ചോര മനിയിൽ നിന്ന് ശുദ്ധത്തിൽ നിന്ന് ഉത്ഭവിച്ച നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? നീ കഴിക്കുന്ന ഭക്ഷണം നല്ല നല്ല ഭക്ഷണം കഴിച്ച് നിന്റെ ഉള്ളിന്റെ അവസ്ഥ എന്താ? വളരെ മോശമല്ലേ നിങ്ങളെ? അതുകൊണ്ട് അകവും പുറവും ശുദ്ധിയായി അല്ലാഹുവിനെ അടുക്കാൻ നാം ശ്രമിക്കണം. വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാരകമായ രോഗങ്ങൾ ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ മരണം നമുക്കറിയില്ല. ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മതി. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്തുകൾ മുറുകെ പിടിച്ച്, നിസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണേ. എല്ലാ ദിവസവും സുബഹിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരം വളരെ ഭംഗിയായി നടക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഇപ്പോഴും ഒരു സ്വപ്നധികം ആളുകൾ വരാറുണ്ട്. പോരാ, ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന വാക്ക് കേൾക്കുമ്പോ ഉറക്കത്തേക്കാൾ ഖൈറ്, ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് കേൾക്കുമ്പോ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് സുബഹിക്ക് പള്ളിയിൽ വരണേ. എല്ലാ വക്തിലല്ല ഞാൻ പറഞ്ഞത്, സുബഹിക്ക് നിങ്ങളൊന്ന് പള്ളിയിൽ വന്ന് ആ സുബഹി ജമാഅത്തിലും അതിന്റെ ശേഷമുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ആ മുത്തുവാക്യങ്ങൾ കേട്ട് അല്പനേരം ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ ദുആ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകണം. എല്ലാവർക്കും വേണ്ടി ആ സമയത്ത് ദുആ ചെയ്യാറുണ്ട്. എല്ലാ കാവലിനും വേണ്ടി, മഹല്ലത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. നിങ്ങൾ മാറി ഇതൊരു തമാശയായിട്ട് നിങ്ങൾ കരുതരുത്. ഞാൻ വളരെ ഗൗരവത്തോടെ പറയാണ്. നിങ്ങൾ ആ ഒരു കാര്യം
നിങ്ങൾ വീണ്ടും 1, 2, 3 സഫൊക്കെ നമ്മുടെ പള്ളിയിൽ സുബഹിക്ക് വേണം. അത് കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. റബ്ബേ, മഹാമാരികളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മഹല്ലത്തിനെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങളെ പ്രവാസികളുടെ റബ്ബേ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ അമലുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്നവർ നിന്നെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗ്ഗാവകാശികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഞങ്ങൾ അവകാശികളല്ല, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ സ്വർഗ്ഗാവകാശികൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.